ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ജാസസ് ഫുഡ്. നമുക്ക് നല്ലൊരു എണ്ണ തലയിലേക്ക് കാച്ചിയെടുക്കാം. അതിന് ഞാൻ കഞ്ഞുണ്ണിയും കറ്റാർവാഴയുടെ ലീഫുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ കഞ്ഞുണ്ണി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. കഞ്ഞുണ്ണി നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കുക. ഒന്ന് കൈ കൊണ്ട് പിഴിഞ്ഞ് അതിലെ നീര് മൊത്തം എടുക്കുക നമുക്ക്. ഇനി ഞാനിത് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ ചൂടാവണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ആദ്യം തന്നെ അതിൽ എണ്ണ ചൂടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇതൊക്കെ ഒഴിച്ച് നമുക്ക് കത്തിച്ചാൽ മതി. ഇനി കറ്റാർവാഴയുടെ ലീഫ് ഞാൻ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നല്ല മൂത്ത് വരണം. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഞാനിതിലേക്ക് 1/2 ലിറ്റർ 500 ml ആണ് എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നത്. അപ്പം ഞാനൊരു 100 ml കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമുക്കിത് മൂത്ത് വരുമ്പോഴേക്കും ഒരു 500 ml ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ മൊത്തം 600 ml ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ആയി വരട്ടെ. അപ്പോൾ അത് ഒന്നിങ്ങനെ ചുങ്ങി വരുന്നുണ്ട് കേട്ടോ. നല്ലോണം മുരിഞ്ഞ് വരണ്ട. അതിൻ്റെ മുന്നേ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്നിങ്ങനെ മുരി പോലെ ആവുന്ന സമയത്തേ ഒരു ഇല എടുത്തിട്ട് ഇട്ട് കൊടുത്ത് നോക്കിയാൽ ആ ഇല ഇങ്ങനെ മുരിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പം അതാണ് അതിൻ്റെ പാകം. ഇത് മൊരിയാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. നന്നായി മൊരിഞ്ഞാൽ അപ്പോഴേക്കും എണ്ണ കുറച്ച് കറുത്ത് വരുള്ളൂ. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. പിന്നെ പിടിക്കുമ്പോൾ നമുക്കൊരു പതുപതുന്നനെ ഉണ്ടാവും കുറച്ച്. അപ്പോഴേക്കും എണ്ണയിലേക്ക് ഇതിൻ്റെ എല്ലാ സത്തും ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഈ എണ്ണ നമുക്ക് തലയിലെ മുടി കൊഴിച്ചിലിനും മുടി നന്നായി തിക്കായി വളരാനും സഹായിക്കുന്ന എണ്ണയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് എണ്ണ കാച്ചി നോക്കി തേച്ച് നോക്കണം കേട്ടോ. ഇതൊരു 6 മാസം ചെയ്താലാണ് എല്ലാത്തിൻ്റെയും റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസം തുടർച്ചയായി തേച്ചതിൻ്റെ ശേഷം എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയും എണ്ണ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാനതൊരു 200 ml ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇനി ഒരു 300 ml കൂടി ഉണ്ടായിരിക്കും. അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. അസ്സലാമു അലൈക്കും.